إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഏറ്റവും സ്നേഹം ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ അങ്ങേയറ്റം കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിരുന്ന മാസമാണ് ഈ ശഅബാൻ മാസം. ഈ മാസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാനിരിക്കുന്ന മാസം നമുക്കേറെ ഇഷ്ടമുള്ള, നമ്മളേറെ ആഗ്രഹിക്കുന്ന, വിശ്വാസികൾക്ക് ഏറെ ആനന്ദമുള്ള ഒരു മാസമാണ് ഇനി നമ്മളിലേക്ക് എത്താനുള്ളത്. ആ ഒരു മാസത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ പലരും പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു റമദാൻ മാസത്തെ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കുവാൻ പറ്റുമോ ആ രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ആ ഒരു മാസത്തെ സ്വീകരിക്കാൻ ഇരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ആദ്യം വൃത്തിയാക്കേണ്ടത്, നമ്മൾ ആദ്യം ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും ഒന്നുമല്ല. നമ്മുടെ ഏത് കർമ്മങ്ങളും, നമ്മുടെ ഏത് ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശുദ്ധിയാക്കേണ്ടത്, വൃത്തിയാക്കേണ്ടത്, നന്നാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹ ജസദു കുല്ലുഹു
വഇദാ ഫസദ ജസദ കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. എല്ലാ മനുഷ്യന്റെ ശരീരത്തിലും ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹ ജസദ കുല്ലുഹു, ആ മാംസ കഷ്ണം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദ ജസദ കുല്ലുഹു, ആ മാംസ കഷ്ണം കേടുവന്നാൽ അവന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് അവന്റെ ഹൃദയം എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുവാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം നമ്മൾ വിശുദ്ധമാക്കുക? നമ്മുടെ ഹൃദയം വിശുദ്ധമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തെത്തിയാൽ മാത്രമേ സ്വർഗം ഉള്ളൂ എന്നാണല്ലോ പല ആയത്തുകളും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുവാൻ സാധിക്കുക എന്ന വളരെ പ്രസക്തമായ ചോദ്യത്തിന് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ വിശുദ്ധമാക്കേണ്ടത് എന്ന് മഹാനായ പണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമയത്തിന്റെ പരിധിയിൽ നിന്നും അത് ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച വിഷയം, നമ്മുടെ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ, നമ്മുടെ മനസ്സ് നന്നാകണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാപമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകന്മാരും അത്രമേൽ ഭയന്നിരുന്ന, അത്രമേൽ വെറുക്കപ്പെട്ട, ഒരു പാപമോചനവുമില്ലാത്ത ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ്. എന്താണ് ശിർക്ക്? വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ചെയ്യാൻ കഴിവുള്ള ഒന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഒന്ന്, അത് അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്കും നമ്മൾ ചേർത്താൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യം അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്താൽ, ആ കൊടുക്കുന്ന ഹൃദയം അതാണ് ഏറ്റവും മലീമസമായ, ഏറ്റവും മലിനമായ ഹൃദയം. അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യം അത് അള്ളാഹുവിന് തന്നെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ശരിക്കും ആലോചിക്കണം, ഞാനൊക്കെ ആരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഞാൻ എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും നടക്കുവാൻ ആരുടെ മുമ്പിലാണ് ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുള്ളത്? എന്റെ മറ്റുള്ള എല്ലാ സങ്കടങ്ങളും, എന്റെ വേവലാതികളും, എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ ആരുടെ മുമ്പിലാണ് ആവർത്തിച്ച് പറയാറുള്ളത്? എന്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിലും ഞാൻ വീണ്ടും അത് ആരുടെ മുമ്പിലാണ് വെക്കാറുള്ളതെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാനോ, അത് അല്ലാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുവാനോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ആർക്കും അവകാശമില്ല. അത്തരത്തിൽ അല്ലാഹുവിൽ പങ്കാളിയെ ചേർക്കുന്ന ആളുകളെ കുറിച്ച്, അല്ലാഹുവിന് പങ്കാളിയെ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് നമ്മെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം ലയഹ്ബതന്ന അമലുക, ബാക്കിയുള്ള അവന്റെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. അവൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ച, അവൻ നാളേക്ക് വേണ്ടി, നാളെ പരലോകത്ത് വിജയിക്കുവാൻ വേണ്ടി ഒരുക്കി വെച്ച, നാളെ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ അവന്റെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ഈ ശിർക്ക് വന്നതോടുകൂടി നിഷ്ഫലമായി പോകും. ഈ ശിർക്ക് വന്നാൽ അവന്റെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ഇല്ലാതായി പോകുമെന്ന് വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ്. ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ശിർക്ക് എന്നല്ല, ശിർക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെ എന്താണ് ശിർക്കിന്റെ അംശമെന്നും നമ്മളെ പഠിപ്പിച്ചു. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് എന്താണ് ശിർക്കിന്റെ അംശമെന്ന്. അപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ് അർരിയാ, ലോകമാന്യത എന്നുള്ളത്. നമ്മൾക്ക് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങളും ഇബാദത്തുകളും നന്മകളും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്.
അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിലും പലപ്പോഴും പല ആളുകളിലേക്കും കടന്നു വരാറുള്ള ഒരു സ്വഭാവമാണ് ഞാൻ കൊടുക്കുന്ന ദാനവും ഞാൻ കൊടുക്കുന്ന സകാത്തും ഞാൻ ചെയ്യാറുള്ള മറ്റുള്ള എല്ലാ നന്മകളും എന്റെ എല്ലാ ഇബാദത്തുകളും അത് ബാക്കിയുള്ള ആളുകൾ കൂടി കണ്ടോട്ടെ, ഞാൻ കൊടുക്കുന്ന ദാനം മറ്റുള്ളവർ കൂടി കണ്ടോട്ടെ, എന്നിട്ട് എന്നെ കുറിച്ച് മറ്റുള്ള ആളുകളോട് നല്ല രണ്ട് വർത്തമാനം പറഞ്ഞുകൊള്ളട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരത്തിൽ നമ്മൾ ഉണ്ടാകരുത് എന്നാണ്, ശിർക്കിന്റെ അംശമായി കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. മഹാനായ ഇമാം നസായി ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹ. അല്ലാഹുവിന്റെ ഇഷ്ടവും അല്ലാഹുവിന്റെ പ്രീതിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ, അല്ലാഹുവിന്റെ ഇഷ്ടവും അല്ലാഹുവിന്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങളല്ലാതെ ഒരു ഇബാദത്തും ഒരു ആരാധനാ കർമ്മവും ഒരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. രണ്ടാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം, നമ്മുടെ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ, നമ്മുടെ മനസ്സ് നന്നാകണമെങ്കിൽ രണ്ടാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച വിഷയം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചാലേ നമ്മുടെ ഹൃദയം വിശുദ്ധമാവുകയുള്ളൂ. അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ. പ്രാർത്ഥനയാണ് എല്ലാ നന്മയുടെയും ചാവി എന്നാണ് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നമ്മുടെ ഈ മനസ്സിനെ നന്നാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഈ ഹൃദയത്തെ വിശുദ്ധമാക്കേണ്ടത് ആരാണ്? അത് ഈ മനസ്സിനെ സംവിധാനിച്ച, നമ്മുടെ ഈ മനസ്സിനെ സൃഷ്ടിച്ച, നമ്മുടെ മനസ്സിന്റെ ഉള്ളും പുറവും ഒരുപോലെ അറിയുന്ന, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു മനുഷ്യനും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുവാൻ സാധിക്കുകയില്ല. വളരെ വ്യക്തമായിക്കൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. നിങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ ഒരു ഔദാര്യവും അല്ലാഹുവിന്റെ ഒരു കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരാൾക്കും പരിശുദ്ധി പ്രാപിക്കാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾക്കാർക്കും ഒരു പരിശുദ്ധിയും നിങ്ങൾക്കാർക്കും ഒരു പരിശുദ്ധി സ്ഥാപിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അല്ലാഹു അവരുദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി കൊടുക്കുന്നു. അല്ലാഹു അവരുദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നു എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഹൃദയത്തെ വിശുദ്ധമാക്കേണ്ടത്, നമ്മുടെ ഈ മനസ്സിനെ നന്നാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒട്ടനവധി പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പരമാവധി നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുവാൻ, നമ്മുടെ മനസ്സ് നന്നാകുവാൻ മൂന്നാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച വിഷയം, നമ്മുടെ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം എന്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ മാനവരാശിക്ക് ഇറക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. രണ്ട് കാരണങ്ങളാണ് മനുഷ്യർക്ക് ഖുർആൻ ഇറക്കുവാനുള്ള രണ്ട് കാരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്ന്, ഖുർആൻ നമുക്ക് ഉപദേശകനാണ്. ഖുർആൻ നമുക്ക് എല്ലാ രംഗത്തും ഉപദേശകനാണ്. രണ്ട്, ഖുർആൻ നമുക്ക് ശമനമാണ്. മനസ്സിന്റെ ഉള്ളിലുള്ള സകലമായ കാര്യങ്ങൾക്കും ഈ പരിശുദ്ധ ഖുർആൻ ഒരു ശമനമുണ്ട്. പലപ്പോഴും നമ്മൾ പല സൂറത്തുകൾ പാരായണം ചെയ്യുന്ന സമയത്ത്, പല ആയത്തുകൾ നമ്മൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുന്ന സമയത്ത്, പല ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കുന്ന സമയത്ത്, അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്ന സമയത്ത്
ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നത് സത്യമല്ലേ? അതുകൊണ്ട് ഖുർആൻ നമുക്ക് എല്ലാ രംഗത്തും ഉപദേശമാണ്. ഖുർആൻ നമുക്ക് എല്ലാത്തിനും ശമനമാണ്. അതുകൊണ്ട് ഈ ഖുർആനെ ചേർത്ത് പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കാരണം ആ ഖുർആൻ നമ്മൾ ചേർത്ത് പിടിച്ചാൽ, ആ ഖുർആൻ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അതിനെ പാരായണം ചെയ്താൽ, പിന്നെ ആ ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ആ ഖുർആൻ നമ്മൾ പരമാവധി ചേർത്ത് പിടിച്ചാൽ ആ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ആ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. കാരണം നമ്മളെ ഓരോ ഹറാമുകളിലേക്കും ക്ഷണിക്കുന്നത്, നമ്മുടെ ഓരോ തെറ്റുകളിലേക്കും ക്ഷണിക്കുന്നത്, ഓരോ ബിദ്അത്തുകളിലേക്കും തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും വെറുക്കപ്പെട്ട, അവർ ഇഷ്ടപ്പെടാത്ത, അവർ നമ്മളോട് ചെയ്യരുതേ എന്ന് കൽപ്പിച്ച ഓരോ പ്രവർത്തനങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അത് പിശാചാണ്. പിശാചാണ് നമ്മെ ഓരോ തെറ്റിലേക്കും കൊണ്ടുപോകുന്നത്. ഓരോ തെറ്റുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് തെറ്റല്ല, അത് ചെയ്താൽ പ്രശ്നമില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്. അങ്ങനെ നമ്മെ ഓരോ ഹറാമുകളിലേക്കും കൊണ്ടുപോകുന്നത് പിശാചാണ്. ആ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതാക്കിയാൽ, ആ പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്കെറിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയം വിശുദ്ധമാകും. കാരണം നമ്മൾ ഏത് നന്മ ചെയ്യാൻ ഒരുങ്ങിയാലും, നമ്മൾ ഏത് ഇബാദത്ത് എടുക്കാൻ ഒരുങ്ങിയാലും അതിൽ നിന്ന് നമ്മെ പുറം തള്ളുന്നത്, അത് ചെയ്യണ്ട എന്ന് നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നത് അത് പിശാചാണ്. ആ പിശാചിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് എറിയുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഒന്നാമതായി നമ്മളെ പഠിപ്പിച്ചും ശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത് റമദാൻ മാസത്തിൽ മാത്രമാണ്. റമദാൻ മാസം നമ്മളിലേക്ക് വന്നാൽ ആ പരിശുദ്ധ ഖുർആൻ ഒരുപാട് നമ്മൾ ഓരും, അതിനെക്കുറിച്ച് പഠിക്കും, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും നമ്മൾ തീരാതെ വായിക്കും, ഖുർആൻ പൂർണ്ണമായും ഓതും. ആ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അങ്ങനെയല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. ആ പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു മാസം മാത്രം കടന്നു വരുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല നമ്മുടെ പരിശുദ്ധ ഖുർആൻ. നിത്യജീവിതത്തിൽ എന്നും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഒരു പുതിയ റമദാൻ നമ്മളിലേക്ക് വരാനിരിക്കെ ഇത്രയും മാസത്തിനുള്ളിൽ എത്രയാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതിയത്, എത്ര സൂറത്തുകളാണ് നമ്മൾ ഓതിയത്, എന്ത് സമീപനമാണ് നമ്മൾ ആ ഖുർആനോട് കാണിച്ചതെന്ന് നമ്മളൊക്കെ സ്വയം ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ആ പരിശുദ്ധ ഖുർആൻ എന്നും പാരായണം ചെയ്യാൻ നമ്മൾ ദിവസവും ഒരു സമയം കണ്ടെത്തണം. എങ്കിലേ നമ്മുടെ ഹൃദയം വിശുദ്ധമാവുകയുള്ളൂ എന്നാണ് മഹാനായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. നാലാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച വിഷയം, നമ്മുടെ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരമാവധി അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട്, നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ സുന്നത്തുകൾ എടുത്തുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. സുന്നത്തിന്റെ പേരും പറഞ്ഞ് നബിയോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദീനിലേക്ക് കൊണ്ടുവന്ന പുതിയ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടാകരുത് നമ്മൾ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. നേരെ മറിച്ച് പ്രവാചകൻ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച എത്രയോ സുന്നത്തുകളുണ്ട്. നമ്മൾ രാവിലെ എണീച്ചത് മുതൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നത് വരെ അതിനിടയിൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞ എത്രയോ പ്രവർത്തനങ്ങളുണ്ട്, എത്രയോ സുന്നത്തുകളുണ്ട്. അതൊക്കെ പരമാവധി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ഇന്നൊക്കെ നമ്മുടെ സമൂഹം, നമ്മുടെ നാട് നമ്മൾ എടുത്തു നോക്കിയാൽ പ്രവാചകനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻക്കറിയാത്ത, പ്രവാചകന്റെ സ്വഹാബത്തിനറിയാത്ത, അല്ലെങ്കിൽ പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത, പ്രവാചകൻ വിരോധിച്ച
എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ നമ്മുടെ ആളുകൾക്ക് ഒരുപാട് ബിദ്അത്തുകൾ ഉള്ള ഒരു മാസമാണ്. ഒരുപാട് ബിദ്അത്തുകൾ ആളുകൾ ചെയ്യുന്ന മാസമാണ്. ഇല്ലാത്ത നോമ്പുകൾ എടുത്തുകൊണ്ട്, ഇല്ലാത്ത മറ്റുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ഇത് സുന്നത്താണ്, പ്രവാചകൻ പഠിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇബാദത്തുകളും കർമ്മങ്ങളും എടുക്കുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകരുത്. പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും നമ്മോട് കൽപ്പിച്ച എത്രയോ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ പരമാവധി ചെയ്തുകൊണ്ട് അങ്ങനെയായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. നമുക്കറിയാം, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മാസം ശഅബാൻ മാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ദിവസം മാത്രമായിരുന്നു ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കിയിരുന്നത്. ബാക്കിയുള്ള ഒരുപാട് ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് എടുത്തിരുന്നു എന്നാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ എടുക്കേണ്ട എത്രയോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള ഓരോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ, അത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം വിശുദ്ധമാവുകയുള്ളൂ എന്നാണ് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത്. അഞ്ചാമതായി കൊണ്ട് നമ്മെ പഠിപ്പിച്ച വിഷയം, നമ്മുടെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ കേടുവരുത്തുന്ന, നമ്മുടെ മനസ്സിനെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അസൂയ, അഹങ്കാരം, വിദ്വേഷം, വാശി, ഈഗോ, പോര് തുടങ്ങിയ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന, ഹറാമുകളിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും വെറുത്ത ഓരോ കർമ്മങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്കെറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ബാക്കിയുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ബാക്കിയുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതും ആ വിഷയം തന്നെയാണ്. വല്യഅഫൂ വല്യസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലഹും. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക്, നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുവിൻ, നിങ്ങൾ ബാക്കിയുള്ള ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളോട് കരുണ കാണിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുവാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യനെ അവന്റെ ഹൃദയം വിശുദ്ധമാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആറാമതായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ച വിഷയം നമ്മുടെ ഹൃദയം ശുദ്ധമാകുവാൻ, നമ്മുടെ മനസ്സിനെ നന്നാക്കുവാൻ ആറാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം, നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ചിന്തയാണ്. അത്യാവശ്യമൊക്കെ കർമ്മങ്ങളായി, അത്യാവശ്യമൊക്കെ ഒക്കെ ഉണ്ട്, ഞാൻ ഒരുപാട് ഇബാദത്തുകൾ എടുത്തിട്ടുണ്ട്, എന്റെ അക്കൗണ്ട് നോക്കിയാൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, നാളെ വിജയിക്കുവാൻ, നാളെ എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന്, അത്തരത്തിലുള്ളൊരു ചിന്ത ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ്. എത്ര തന്നെ നമ്മൾ ഇബാദത്തുകൾ എടുത്താലും,
എത്ര തന്നെ നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് എവിടെയും എത്തിയിട്ടില്ല എന്നൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രത്യേകതയായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്താലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താലും അവരുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത പേടി ഉണ്ടാകുമെന്നാണ്. അപ്പൊ ഇത് കേട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പേടിക്കുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അല്ലാഹു കൊടുക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഭയം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ തെറ്റുകൾ ചെയ്തുകൊണ്ടോ അവർ ഹറാമുകൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ അല്ലാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല അവരുടെ ഹൃദയത്തിൽ പേടി. നേരെ മറിച്ച് അവർ ചില്ലറക്കാരല്ല, അവർ എല്ലാ പ്രവർത്തനങ്ങളും എടുക്കുന്ന ആളുകളാണ്, അവരെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളാണ്. എന്താണ് അവരുടെ പേടി എന്ന് ചോദിച്ചാൽ അവർക്ക് അവർ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കുമോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ അതോ അത് തള്ളപ്പെടുമോ എന്ന ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണ് എത്ര പ്രവർത്തനങ്ങൾ ചെയ്താലും അവരുടെ ഹൃദയത്തിൽ ഒരു പേടി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞത് ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവരാണ് നന്മയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ. കാരണം അവർക്ക് ഭയമാണ്. എത്ര പ്രവർത്തനങ്ങൾ ചെയ്താലും ഇതിലേത് പ്രവർത്തനമാണ് എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നറിയാതെ വീണ്ടും വീണ്ടും ഒരുപാട് പ്രവർത്തനങ്ങളും ഇബാദത്തുകളും സുന്നത്തുകളും ഒക്കെ എടുത്ത ആളുകളാണ് അവരെന്ന് വിശ്വാസികളുടെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാകേണ്ടത്. എത്ര പ്രവർത്തനങ്ങൾ ചെയ്താലും അതൊന്നും എവിടേക്കും എത്തിയിട്ടില്ല എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അവർക്ക് പോലും ഇത്തരത്തിലുള്ളൊരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ വിഷയം പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർ ഈ ദുനിയാവ് ഒഴിവാക്കി നാളെ പരലോകം എന്ന ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ആ പരലോകത്തിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ അവർ മാറ്റിവെച്ച ആളുകളായിരുന്നു. സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നവർ. അവർക്ക് പോലും വല്ലാത്ത ഭയമാണ്. നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ നമസ്കാരവും ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ എന്താണ് നാളെ കൊണ്ടുപോകുവാനുള്ളതെന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് തന്നെ നമ്മൾ സ്വയം വിലയിരുത്താൻ സാധിക്കും. നാളെ കൊണ്ടുപോകുവാൻ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ പരമാവധി ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാളെ നഷ്ടം സംഭവിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുമെന്നാണ്. അത്തരത്തിലുള്ള നാളെ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. എത്ര പ്രവർത്തനങ്ങൾ ചെയ്താലും അതെവിടേക്കും എത്തിയിട്ടില്ല എന്ന ചിന്തയുണ്ടായിക്കൊണ്ട് പരമാവധി ഒരുപാട് ഇബാദത്തുകളും പ്രവർത്തനങ്ങളും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളും പരമാവധി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ ഹൃദയം ശുദ്ധമാവുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അവസാനമായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ച വിഷയം നമ്മുടെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ ആഘോഷങ്ങളെയും എല്ലാ ആഹ്ലാദങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രസച്ചരടുകളെയും ഇല്ലാതാക്കുന്ന മരണമെന്ന ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാകണമെന്നാണ്. നമ്മുടെയൊക്കെ മരണത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നാണ്. ദിവസവും ഓരോ മരണത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്, വായിക്കുന്നവരാണ്. നമ്മുടെ മരണം എപ്പോഴാണ് നമ്മളിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ മരണത്തിന് ശേഷം നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആ മരണത്തിന് ശേഷം നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ, നാളെ വിജയിക്കണമെങ്കിൽ, ഖബറിലും ബർസഖിയ ലോകത്തും നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ബുദ്ധിമാനായ വിശ്വാസി ആരാണെന്ന്.
أقيس قال أكثرهم للموت ذكرا وأحسنهم لما بعد استعالا أولئك الأقياس. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ ബുദ്ധിമാനായ വിശ്വാസി ആരാണെന്ന്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ മരണത്തെ കുറിച്ച് ധാരാളം ചിന്തിക്കുകയും നാളേക്ക് വേണ്ടി ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് ഇബാദത്തുകളും എടുക്കുന്ന ആളാണ് ബുദ്ധിമാനായ വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ വികാരങ്ങളും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്ന്. ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടെ മരണചിന്തയൊക്കെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ലക്ഷ്യം ഒരു മനുഷ്യന് ഓർക്കണമെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അവൻ ആദ്യം ഉണ്ടാകേണ്ടത് അവന്റെ മരണചിന്തയാണ്. ബാക്കിയുള്ള ആളുകൾക്ക് യാതൊരു ഓർമ്മ ഉണ്ടാവില്ല. അള്ളാഹുവിനെയും പ്രവാചകനെയും കുറിച്ചറിയാത്ത, അവന്റെ ദീനിനെ കുറിച്ചറിയാത്ത, നാളെ പരലോകമുണ്ടെന്ന് അറിയാത്ത, അതിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവന്റെ ജീവിതം ഒരു അർത്ഥവും ഉണ്ടാകില്ല. അവന്റെ ഇഷ്ടങ്ങളും അവന്റെ ഇച്ഛകളും അനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ മാറ്റും. അവൻ ഈ ദുനിയാവ് എത്രത്തോളം ഉഷാറാക്കാൻ പറ്റുമോ അത്രത്തോളം ഉഷാറാക്കും. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ നാളേക്ക് വേണ്ടി സൽക്കർമ്മങ്ങളും സുന്നത്തുകളും ഇബാദത്തുകളും എടുക്കുന്ന ആളുകളായി മാറുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാളെ നഷ്ടം സംഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. നാളെ സ്വർഗം ലഭിക്കുന്ന ആളുകളായി മാറുവാനാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധിമാനായ വിശ്വാസി എന്ന് പഠിപ്പിച്ച അത്തരത്തിലുള്ള ആളുകളായി മാറാൻ, മരണത്തെ കുറിച്ച് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാക്കുവാനും അതിനുശേഷമുള്ള പരലോകത്ത് വിജയിക്കുവാനും ഒരുപാട് പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ട് പരമാവധി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നാളേക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, ഏറ്റവും മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കുന്ന, ഹൃദയത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള, ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ അധ്യാപകന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ നിന്റെ മഹഫറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നാളെ നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ എത്തിക്കുമാറാകണമേ. ഞങ്ങളാരും പോകാൻ ആഗ്രഹിക്കാത്ത ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ രക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربيانا صغيرا، رب ارحمهما كما ربيانا صغيرا، رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. والحمد لله رب العالمين.